സ്വർഗക്കാരെ പറ്റി അല്ലാഹു പറഞ്ഞൊരു ആയത്താണ് 12ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഒരൊറ്റ ആയത്തെ സൂറത്തുൽ മുൽക്കിലുള്ളൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അവരെ പോറ്റി പരിപാലിക്കുന്ന, പരിരക്ഷിക്കുന്ന, ജീവൻ നൽകിയിട്ട് സംരക്ഷണം നൽകുന്നവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. അള്ളാഹുവിനെ എന്ന് പറയാതെ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ് സഹോദരങ്ങളെ. എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്. എല്ലാവരും ഇലാഹിനെ ഒന്നായി കാണുന്നില്ലെങ്കിലും റബ്ബ് തന്നെയാണ് നമ്മുടെയും ഇലാഹ്. റബ്ബ് തന്നെയാണ് ഇലാഹ് ആകേണ്ടതും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, പോറ്റി വളർത്തുന്ന പരിപാലകനായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ. ബിൽ ഗൈബ്. എങ്ങനെ പേടിച്ചു ജീവിക്കുന്നു എന്നറിയോ? അള്ളാഹുവിനെ കാണാതെ, അള്ളാഹുവിന്റെ ശിക്ഷ കാണാതെ, ഖിയാമത്ത് നാള് നോക്കിക്കാണാതെ, ഖബർ ജീവിതം കാണാതെ, പുനരുദ്ധാരണ ദിവസം കാണാതെ വിശ്വസിച്ചുകൊണ്ട് പേടിച്ച് ജീവിക്കുന്നവർ. ഖിയാമത്ത് നാളിന്റെ വിഷയങ്ങൾ പറയുമ്പോ ഇതൊക്കെ ഒരു പരിഹാസ്യത്തിന്റെ വർത്തമാനങ്ങളായി തള്ളുന്ന നാമമാത്ര മുസ്ലിം ധാരികളുണ്ട്. അവരെ പറ്റി നമുക്ക് ചർച്ച വേണ്ട, അവരെ വിട്ടേക്കാം. അവർക്ക് ഈ പറയുന്ന മഹത്വങ്ങളൊന്നും കിട്ടാനില്ല. അതേ സമയത്ത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഒന്നും കാണാതെയാണ് ഭയപ്പെടുന്നത്. ഖിയാമത്ത് നാള് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ പരലോകം കണ്ടിട്ടില്ല, ഖബർ ജീവിതം കണ്ടിട്ടില്ല, മൗത്ത് അനുഭവിച്ചിട്ടില്ല, മരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. അനുഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ച് പേടിക്കണ്ടേ? റബ്ബിനെ പേടിക്കുക എന്ന് പറഞ്ഞാല് റബ്ബ് സുബ്ഹാനഹു വ തആല പേടിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പേടിക്കുക. ബിൽ ഗൈബി, അതൊന്നും കാണാതെ പേടിക്കുക. ബിൽ ഗൈബി, ഒന്നും അനുഭവിക്കാതെ അദൃശ്യമായ നിലക്ക് പേടിക്കുക. പേടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഖബറിന്റെ അദാബ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഖബറിന്റെ അദാബ് കണ്ടിട്ടില്ലല്ലോ. ഖബറിന്റെ അദാബ്, ഖബറിന്റെ മുകളിൽ വെച്ച് നടത്തുന്ന അദാബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ നമ്മൾ ആരെങ്കിലും ഒരൊറ്റ ദിവസം കണ്ടിരുന്നുവെങ്കിൽ ഒരു തെറ്റും അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ചെയ്യൂല. ഖബറിന്റെ ഉള്ളിൽ കൊടുക്കുന്ന അദാബ്, പുറത്ത് വെച്ച് നടക്കുന്ന ഒരു രംഗം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ കണ്ടു. നട്ടുച്ച സമയത്ത് ബദറിന്റെ പരിസരത്തുകൂടെ, ഖലീബ് ബദർ, ബദറിലെ പൊട്ടക്കിണർ, മുശ്രിക്കുകളുടെ കബന്ധങ്ങൾ മുഴുവനും വലിച്ചെറിയപ്പെട്ട, അബൂജഹലിനെയും ഉത്ബയെയും ഷൈബയെയും ഒക്കെ വലിച്ചെറിയപ്പെട്ട ആ ബദറിന്റെ പൊട്ടക്കിണർ, അതിന്റെ സമീപത്തൂടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉച്ച സമയത്ത്. അപ്പൊ ആ ഖബറിന്റെ, ആ കിണറിന്റെ നേരെ മേലെയുള്ള ആ ഒരു തിണ്ണ, അതിന്റെ മേലെ ഒരാളെങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഒരു തടിച്ച ഒരാളെ, നല്ല തടിയുള്ള ഒരാളെ ഇരുത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഹൈറ്റും വെയിറ്റും തോന്നിക്കുന്ന രണ്ടാളുകൾ കൈയൊക്കെ പിടിച്ച് ഇദ്ദേഹത്തെ വേക്കോട്ട് കെട്ടിയിട്ട് നല്ലവണ്ണം ചുമലിലും തലയിലുമൊക്കെ അവരെ കയ്യിലുള്ള ഒരു ഉപകരണം കൊണ്ട് ആഞ്ഞടിക്കുന്നു. അടിക്കുന്ന സമയത്ത് ഈ അടി കൊള്ളുന്ന ആൾ ഒരല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട്. ഒരൊറ്റ അടി കിട്ടുമ്പോഴേക്കും ചോദിക്കുന്നു, ഒരല്പം വെള്ളം തരുമോ? ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, ഒരല്പം വെള്ളം തരുമോ? വെള്ളം ചോദിക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ പറയുന്നു, കൊടുക്കരുത് വെള്ളം, ലാ തുസ്തിഹി ഇന്നഹു കാഫിർ, കൊടുക്കരുത്, സത്യനിഷേധിയാണ് അവൻ, കൊടുക്കരുത്. പിന്നെയും മർദ്ദിക്കുന്നു. ഇത് കണ്ട് പേടിച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെല്ലുന്നത്. തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ രംഗം കണ്ടു. ബദറിലെ പൊട്ടക്കിണറിന്റെ ഭാഗത്തുകൂടെ വരുമ്പോ ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കുന്ന രംഗം കണ്ടു. അറിയുമോ അബ്ദുള്ള, ആരാണ് അടികൊള്ളുന്ന ആള് എന്നറിയുമോ? അറിയില്ല നബിയെ, ആരാണ് അടികൊള്ളുന്ന ആള് എന്നും അടിക്കുന്ന ആള് എന്നും അറിയില്ല. അബൂ ജഹ്ൽ ഇബ്നു ഹിശാം,
അബൂ ജഹ്ൽ ഇബ്നു ഹിശാം, അല്ലാഹുവിന്റെ ശത്രുവായ അബൂ ജഹലാണ് അടിയേൽക്കുന്ന ആള്, അടികൊള്ളുന്ന ആള് അബൂ ജഹലാണ്. ഫഹുവ യുഅദ്ദബു ബിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവനെ ശിക്ഷിക്കപ്പെടും. ഒരൊറ്റ സമയം അവൻ ഒഴിവുണ്ടാകൂല, ശിക്ഷ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് അത്തരത്തിൽ അദാബ് സംഭവിക്കുന്ന സ്ഥലങ്ങളിലൂടെ ആരും കൂടെയില്ലാതെ ഒറ്റക്ക് നിങ്ങൾ പോയേക്കരുത്. പേടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ തന്നെ മാറിപ്പോകും, ബുദ്ധി തന്നെ മറിഞ്ഞു പോകും, നിങ്ങളുടെ ഈ നല്ല ലെവൽ തന്നെ മാറിപ്പോകും. അപസ്മാര രോഗമോ മാനസിക രോഗമോ പലതും സംഭവിച്ചേക്കാം. ഭൂമിന്റെ ഉപരിഭാഗത്ത് സഹോദരങ്ങളെ ഒരു ചെറിയ ദൃശ്യം കാണാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. നമ്മളെ കൊണ്ട് എത്ര ദുർബലരാ നമ്മള്. ഒരു പനി താങ്ങാൻ, ഒരു ചൂട് താങ്ങാൻ കെൽപ്പില്ലാത്ത ശരീരം. പടച്ച റബ്ബിനെ പേടിക്കണം, റബ്ബിന്റെ അദാബ് പേടിക്കണം. ആ അദാബൊന്നും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. ചിത്രങ്ങളൊന്നും കേൾക്കാൻ കഴിയൂല. കേൾക്കാൻ മാത്രമുള്ള ഒരു ത്വാക്കത്ത്, ഒരു കഴിവ് നമ്മളെ മനസ്സിലില്ല. ഒരു ശിക്ഷയും കേൾക്കാൻ മാത്രമുള്ള കഴിവില്ല. പടച്ച റബ്ബിനെ പേടിച്ച് കഴിയുന്നവർ, ബിൽ ഗൈബി അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, ഭയപ്പെടണ്ടയോ ഭയപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ നമ്മെ പരിപാലിക്കുന്നത്, അല്ലാഹുവല്ലേ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. ആ അല്ലാഹു തആല പറഞ്ഞത് വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം, പേടിക്കണ്ടയോ പേടിക്കണം. റബ്ബിന്റെ അദാബ് പേടിക്കുന്നത് റബ്ബിനെ പേടിക്കുന്ന വിഷയമാണ്. റബ്ബിന്റെ അദാബ് പേടിക്കുന്നത് റബ്ബിനെ പേടിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അദാബ് പേടിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കരഞ്ഞവരെത്രയുണ്ട്. നരകത്തെ ആലോചിച്ച് നരകത്തെക്കുറിച്ച് ഓർത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി മഹദിയായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. എത്രമാത്രം വലിയ മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. വിശുദ്ധ ഖുർആനിൽ ആയിഷ ബീവിയുടെ മഹത്വങ്ങൾ മുഴുവനും വിശദമാക്കി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ ഒന്നും രണ്ടുമല്ല 18 എണ്ണമാണ്. സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു ആയിഷ ബീവിയുടെ മഹത്വം പറഞ്ഞ് ഇറക്കിയ ആയത്തുകൾ 18 എണ്ണമാണ്. ആയിഷ ബീവി വിശുദ്ധ വനിതയാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു തലവൻ പറഞ്ഞതല്ല, യജമാനനായ റബ്ബ് പറഞ്ഞതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ്. അങ്ങനെ വിശുദ്ധിയുള്ള ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ കരഞ്ഞിരിക്കുന്നു. ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? നരകത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നബിയെ, കരഞ്ഞുപോയി. ഒരു നേരം നരകം ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇരുന്നിട്ട്. നരകത്തിന്റെ ഭക്ഷണം, നരകക്കാരുടെ വിശപ്പ്, നരകക്കാര് വെള്ളത്തിന് വേണ്ടി സ്വർഗക്കാരോട് ആക്രോശിക്കുന്നത്, നരകക്കാര് 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട്, മാലിക്കേ ഒന്ന് ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് മാറ്റി തരുമോ? സഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഒരു നിലക്കും ഞങ്ങൾക്ക് ഇതിനാകുന്നില്ല. 1000 പ്രാവശ്യം മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുമ്പോ 1000 പ്രാവശ്യം 1000 കൊല്ലം അവര് വിളിച്ചിട്ട് ഒരൊറ്റ തവണ അവർക്ക് കൊടുക്കുന്ന മറുപടി ഇന്നകും മാകിസൂൻ, അവിടെ തന്നെ കടന്നോളൂ, വേറൊരു മറുപടി ഇല്ല. ഒന്ന് റബ്ബിനോട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് തീരുമാനിക്കാൻ പറയൂ മാലിക്കേ. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ആർത്തട്ടഹസിക്കുന്ന ആ ആളുകളോട് 1000 കൊല്ലത്തെ വിളിക്ക് ശേഷം കൊടുക്കുന്ന ഒരു മറുപടി ഇന്നകും മാകിസൂൻ. പിന്നെയും വിളിക്കുന്നു 1000 കൊല്ലം, അപ്പോഴും പറയുന്നത് മിണ്ടാതെ കിടന്നോളൂ, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. കിടക്കുവിടെ, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. സഹോദരങ്ങളെ, ഈ ആർത്തനാദങ്ങളും നരകത്തിന്റെ തീപ്പൊരിയുടെ വലുപ്പത്ര എന്നാ ഖുർആൻ പറഞ്ഞത്. നരകത്തിന്റെ തീപ്പൊരി, തീപ്പൊരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ, തീന്റെ പൊരി.
നരകത്തിന്റെ തീപ്പൊരി ഇന്നഹാ തർമീ ബിശററിൻ ഖൽ ഖസുർ, കൊട്ടാരത്തിന്റെ വലുപ്പമുള്ള പൊരിയാണ് നരകത്തിന്റെ തീപ്പൊരി. നരകം പുറത്തേക്ക് തുപ്പുന്ന തീപ്പൊരി കെട്ടുപോകൂല. ആ തീപ്പൊരി കൽ ഖസുർ, കൊട്ടാരത്തിന് സമാനമാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ നിറമുണ്ടാകും നരകത്തിന്റെ ഒരു പൊരിക്ക്. ഒരൊറ്റ പൊരി ഒരു മഞ്ഞ ഒട്ടകത്തിന്റെ അത്രയും കട്ടിയും ഘനവും ഉണ്ടാകും. അതിന്റെ വലുപ്പം പറഞ്ഞതാ, കൊട്ടാരത്തിന്റെ അത്ര വലുപ്പമുണ്ടാകും. നരകത്തിന്റെ തീപ്പൊരി സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? നരകത്തിന്റെ ഒരു ചുടുകാറ്റ് സഹിക്കാൻ കഴിയോ? എത്രമാത്രം അസഹനീയ ലോകമാണ്. അത് ആലോചിച്ചുകൊണ്ടിരുന്ന് കരഞ്ഞു എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ദക്കറത്തുൻ നാർ ഫബകൈതു. നരകം ആലോചിച്ച് കരഞ്ഞു നബിയെ, കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. നരകത്തിനെ പറ്റി ഓർത്ത് കരഞ്ഞതാണ്. കരഞ്ഞ് കരഞ്ഞ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ആയത്തുകൾ ഓതിയിട്ട് കരഞ്ഞിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖശിയത്ത് അറിയുമോ? ഏറ്റവും അധികം അല്ലാഹുവിനെ പേടിച്ചതാരാണ്? അഖ്ശാകും ലില്ലാഹി അനാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് ഞാനാണ്. അത്ഖാകും ലില്ലാഹി അനാ, ഏറ്റവും അധികം നിങ്ങളെ കൂട്ടത്തിൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആള് ഞാനാണ്. ഏറ്റവും അധികം അല്ലാഹുവിനെ അറിയുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും അല്ലാഹുവിനെ അറിയുന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും വിവരമുള്ളത്. മലക്കുകൾക്ക് മുഴുവനും സഹോദരങ്ങളെ ആകാശ ലോകത്ത് അല്ലാഹു പരിധി വെച്ചിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് മലക്കുകളുടെ പരിധിയുടെ സ്ഥലമാണ്. സിദ്റത്തുൽ മുൻതഹയും കടന്ന് യജമാനനായ റബ്ബിന്റെ ഹദ്റത്തിലേക്ക് പോയിട്ടുള്ള ഒരേ ഒരു വ്യക്തിത്വം, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ലയോ? അല്ലാഹുവിനെ കാണാൻ അല്ലാഹു ഇത്രയും ബഹുമാനം കൊടുത്ത നേതാവ് ഏറ്റവും അധികം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് അവിടുന്നാണ്. കരഞ്ഞ് കരഞ്ഞിട്ട് തങ്ങളുടെ മുസല്ല മുഴുവനും നനഞ്ഞ്, അതുപോലെ തന്നെ താടിരോമങ്ങളൊക്കെ നനഞ്ഞ്, സുജൂദിന്റെ സ്ഥലങ്ങളൊക്കെ നനഞ്ഞ്, മാറിടം മുഴുവനും നനഞ്ഞ്, ആ കരച്ചിലിന്റെ രംഗം കണ്ട രാത്രിയെ പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതമുള്ള സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി കരഞ്ഞുകൂട്ടിയതാണ്. അന്നല്ലേ 10 ആയത്തുകൾ അവതരിച്ചത്. സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തിലുള്ള 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ ആകാശഗംഗയിലേക്കും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും അള്ളാഹു നൽകിയിരിക്കുന്ന പ്രകൃതിയുടെ സംവിധാനങ്ങളിലേക്കും നോക്കിയിട്ട് ഓരോ വിശ്വാസിയും ഓതൽ സുന്നത്തുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നരകശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കാണ്. പിന്നെയും ചോദിക്കുന്ന നരകശിക്ഷയിൽ നിന്നുള്ള കാവൽ തന്നെയാണ്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് പാപമോചനം തേടുന്ന 5 പ്രാർത്ഥനകൾ അടങ്ങുന്ന ആ 10 ആയത്തുകൾ ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാനത്തുള്ള 10 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന ആയത്തോടെ അവസാനിക്കുന്ന 10 ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ നല്ലോണം ചിന്തിച്ച് ഓതേണ്ട ആയത്തുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ തങ്ങൾ കണ്ണീരൊഴുക്കി കരയുന്നത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയെ, ഇങ്ങനത്തെ ഒരു രാത്രി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും അധികം തങ്ങൾ കരയുന്ന ഒരു രാത്രി.
ഒരു കരച്ചിൽ കൊണ്ട് മുസല്ലയുടെ സുജൂദിന്റെ ഭാഗം മൊത്തം നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് മാറിന്റെ ഭാഗങ്ങളൊക്കെ നനഞ്ഞു. അടുത്തൊരു കരച്ചിൽ കൊണ്ട് ഇരിക്കുന്നതിന്റെ അത്തഹിയാത്തിലിരിക്കുന്ന കാലിന്റെ ഭാഗങ്ങളിലേക്ക് കണ്ണീർ ഒഴുകിക്കൊണ്ട് അവിടെ നനഞ്ഞു. താടിരോമങ്ങളൊക്കെ നനഞ്ഞു കുതിർത്തു. ഇത്രയും വലിയൊരു കരച്ചിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ഇന്നത്തെ രാത്രി 10 ആയത്തുകൾ അല്ലാഹു എനിക്ക് ഇറക്കി തന്നു, കരയാതെ ഓതാൻ കഴിയില്ല. നരകത്തെപ്പറ്റി അല്ലാഹു തആല പറയുന്ന കാവൽ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ, പടച്ചോനെ, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് വീണ്ടും അല്ലാഹുവിനോട് പറയാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു. ആരെങ്കിലും നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ നീ അവനെ പറ്റെ അപമാനിതനാക്കി പരാജയപ്പെടുത്തി. അല്ലാഹ്, നരകത്തിലാണോ നീ ഒരാളെ കൊണ്ടുപോയിടുന്നത്, അതിലേറെ വലിയൊരു പരാജയം പിന്നെ അവന് വേറെ കൊടുക്കാനില്ല. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആ നരകക്കാരായ അക്രമികൾക്ക് ഒരു സഹായിയുമില്ല, ഒരു സംരക്ഷകനുമില്ല. ഇതൊക്കെ ദ്വാരന്നിട്ട് എത്ര നേരമാണ് ഹബീബ് റസൂലുള്ളാഹി എന്ന് പറയുന്ന സംഗതി അറിയില്ല. ഖശിയത്ത് എന്താന്ന് അറിയണമെങ്കിൽ സഹോദരങ്ങളെ, ഇൽമു വേണം. അല്ലാഹു നമുക്ക് ഇൽമു ഏറ്റിത്തരട്ടെ, തഖ്വ അല്ലാഹു ഏറ്റിത്തരട്ടെ. ഇൽമും തഖ്വയുമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒന്നാണ് ഖശിയത്തുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭക്തി. ആ ഭക്തിയുള്ളവർക്ക് ഒറ്റക്കിരുന്ന് ചിന്തിക്കാനും പടച്ചോനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് കരയാനും കഴിയും. ആണിനും കഴിയും, പെണ്ണിനും കഴിയും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അദാബൊന്നും കാണാതെ, ശിക്ഷയൊന്നും കാണാതെ കരയുന്നവർ, പേടിക്കുന്നവർ. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ കാണാതെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കാണാതെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല. ഈ ശിക്ഷയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കണ്ടിട്ടില്ലല്ലോ. അത് പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിനെയും കണ്ടിട്ടില്ല. അവർ പഠിപ്പിച്ചു കൊടുത്ത താബിഉകളെയും കണ്ടിട്ടില്ല. ആത്മവിശ്വാസത്തോടെ വിശ്വസിച്ച് ഭക്തിയോടെ ഇതൊന്നും കാണാതെ, പഠിപ്പിച്ച ആളുകളെയൊന്നും കാണാതെ പേടിക്കുന്നവർ. അല്ലെങ്കിലോ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് പേടിക്കുന്ന ആളുകൾ അസാന്നിധ്യത്തിലാണ് പേടി. ആരും കാണാത്തിടത്ത് അല്ലാഹുവിനെ പേടിക്കുക. സീക്രട്ടായുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുക. സ്വകാര്യതയിലുള്ള പേടി. ബാപ്പ കാണുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, നാട്ടുകാര് അറിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, കൂട്ടുകാര് അറിയുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, ഇവിടെ CCTV ക്യാമറയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. ബിൽ ഗൈബ്. റബ്ബിനെ കാണാതെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ സ്വകാര്യതയിൽ, ഈ പേടിക്കുന്ന ആളുകൾ സ്വകാര്യതയിലാണ് പേടി. സ്വകാര്യതയിൽ തെറ്റ് ചെയ്യാനല്ലേ സഹോദരങ്ങളെ പലപ്പോഴും മനുഷ്യ മനസ്സിന് തോന്നുക. അനാവശ്യങ്ങൾ കാണാനും കേൾക്കാനും ചെയ്യാനും തോന്നുന്നൊരു സമയം. ആ സ്വകാര്യതയിൽ പടച്ച റബ്ബിനെ പേടിക്കുന്നവർ, പേടിച്ച് കഴിയുന്നവർ, ജനങ്ങൾ ആരും കാണാത്ത നിലക്കാണെങ്കിലും അവർക്ക് പേടിയുണ്ട്. അങ്ങനെ പേടിക്കുന്ന ആളുകൾ. അപ്പൊ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. റബ്ബിനെ പേടിക്കുന്നവർ, പേടിക്കപ്പെടുന്ന വിഷയങ്ങളൊന്നും കാണാതെ പേടിക്കുന്നവർ. എന്തെല്ലാം പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്നും കണ്ടിട്ടില്ല, മൗത്ത് അനുഭവിച്ചിട്ടില്ല, മൗത്തിന്റെ നേരത്തുള്ള കാഠിന്യമായ അവസ്ഥ അനുഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഖബർ അനുഭവിച്ചിട്ടില്ല, പരലോകം ഒന്നും കണ്ടിട്ടില്ല, കാണാതെ പേടിക്കുന്നവർ. രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ പേടിക്കുന്ന ആള് സ്വകാര്യതയിലാണ്. ജനങ്ങളെ കണ്ണിൽ നിന്നൊക്കെ മറഞ്ഞ് സ്വന്തക്കാരും കൂട്ടുകാരും കുടുംബക്കാരും ആരും കാണാത്തിടത്തും പടച്ച റബ്ബിനെ പേടിക്കുന്നു. യഥാർത്ഥത്തിലുള്ള പേടിയല്ലേ അത്? പടച്ച റബ്ബിനെ പേടിക്കുന്ന ആളുകൾക്ക് ചില അടയാളങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് പറയട്ടെ, ഞാനത് പറയാം. ഭൂമി
ഭൂമിയിൽ അള്ളാഹുവിനെ പേടിച്ചാണ് അവൻ ജീവിക്കുന്നത് എന്നുള്ളതിന് ബാഹ്യതലത്തിൽ ചില അടയാളങ്ങളൊക്കെയുണ്ട്. ആ അടയാളങ്ങൾ തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അടയാളങ്ങളുള്ള മനുഷ്യന്മാരെ കണ്ടാ മനസ്സിലാക്കാം ഓൻ പടച്ചോനെ പേടിയുള്ള ആളാണ്, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്. ആണും പെണ്ണും. ബിൽ ഗൈബ് എന്നതിന്റെ മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ. ബിൽ ഗൈബി, ആരും കാണാത്ത, ടോർച്ചടിച്ചു നോക്കിയാലും കാണാത്ത ഒരവയവം അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടില്ലേ, അതല്ലേ ഖൽബ്. മറഞ്ഞു കിടക്കുന്ന ഒരു അവയവം കൊണ്ട് അല്ലാഹനെ പേടിക്കുന്നവർ, നാവിന്റെ പേടി പോരാ, കയ്യെഴുത്തിന്റെ പേടി പോരാ, കാണുമ്പോഴുള്ള പേടി പോരാ, യഥാർത്ഥ പേടി ഖൽബ് കൊണ്ടുള്ള പേടിയാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ബിൽ ഗൈബി, മറഞ്ഞ ഒരു അവയവം കൊണ്ട്. ഏതാണ് മറഞ്ഞ അവയവം? ഖൽബാകുന്നു. ആ ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ, അവരെ മനസ്സ് തന്നെ പേടിയുടെ ഊക്കുകൊണ്ട് കത്തിക്കരിയുന്ന മനസ്സാണ്. മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ പേടി പിടിച്ചിട്ട് പുറത്തേക്ക് ആ പേടിയുടെ അടയാളങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞില്ലേ, തങ്ങൾ നിസ്കരിക്കുമ്പോ തങ്ങളുടെ ഹൃദയത്തിന്റെ നെഞ്ചിന്റെ അകത്ത് നിന്ന് ഞങ്ങൾ കേട്ടിരുന്നു, അസീസൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാ, കരഞ്ഞിട്ട് ചട്ടി തിളക്കും പോലെ, അടുപ്പിന്റെ മുകളിൽ വെച്ച ചട്ടി പതച്ച് തിളക്കുന്നത് പോലത്തൊരു ശബ്ദം അവിടുത്തെ സ്വദറിൽ നിന്ന്, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ടിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു പതപതക്കുന്ന ശബ്ദം. നിസ്കരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനെ പേടിച്ചിട്ട്, അള്ളാഹുവിനെ പേടിച്ചിട്ട്, അങ്ങനൊക്കെ ഒരു നിസ്കാരം, ഒറ്റ നിസ്കാരം കിട്ടിയാൽ, പുറത്തൊന്നും ആരുടെയും ഒരു ശബ്ദവും ഒന്നും ശ്രവിക്കാത്തൊരു നിസ്കാരം കിട്ടിയാൽ, ആ നിസ്കാരമൊക്കെ എന്തൊരു നിസ്കാര സഹോദരങ്ങളെ. നമ്മളൊക്കെ നിസ്കാരങ്ങൾ ലോക്കൽ നിസ്കാരല്ലേ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോഴേക്കും മുഴുവൻ ശ്രദ്ധയും അതിലേക്ക്. ഒരൊച്ചപ്പാടും ഇല്ലാതെ തന്നെ നമ്മളെ ഖൽബ് വേറെയും നാവ് വേറെയല്ലേ. പലപ്പോഴും അങ്ങനല്ലേ ആകുന്നത്. മനസ്സും പറയുന്ന നാവൊക്കെ ഒരുമിച്ച് കൊണ്ടുള്ളൊരു നിസ്കാരം. മഹാന്മാരുടെയൊക്കെ നിസ്കാരത്തിന്റെ സ്വഭാവം അങ്ങനല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന്, അവിടുത്തെ ഉള്ളറകളിൽ നിന്ന് ചുട്ട ലിവർ മണക്കുന്ന, ചുട്ടെടുത്ത ലിവറിന്റെ വാസനയില്ലേ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ അകത്ത് നിന്ന് കത്തിക്കരിയുന്നൊരു മണം പുറത്തേക്ക് വന്നിരുന്നു. അല്ലാഹുവിനെ പേടിച്ചതിനാൽ. അതുകൊണ്ടാണ് ബിൽ ഗൈബ് എന്നതിന് ഖൽബ് കൊണ്ടുള്ള ഖൗഫ് എന്ന് പ്രത്യേകം തഫ്സീർ എഴുതിയത്. ആ ഖൗഫ് യഥാർത്ഥത്തിലുള്ള ഖൗഫ് അങ്ങനെയാ. പറച്ചില്ലൊന്നുള്ള, നാവ് മാത്രം അറിഞ്ഞിട്ടല്ല, ശരീരം മാത്രം അറിഞ്ഞിട്ടല്ല, കുടുംബക്കാരറിഞ്ഞിട്ടല്ല, ഖൽബ് കൊണ്ടുള്ള പേടി. അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഓഫർ എന്താ? ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. ഭക്തിയുള്ളവർക്ക് ലഹും മഗ്ഫിറ, അവർക്ക് വലിയ പാപമോചനമുണ്ട്. ഭക്തിയുള്ളവരാണല്ലോ എന്ന നിലക്ക് സഹോദരങ്ങളെ, ആ ഭക്തി കണക്കാക്കി ദോഷങ്ങൾ മുഴുവനും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നു. എത്ര ചെറിയ വലിയ തെറ്റുകളാണെങ്കിലും ഭക്തിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. ഭക്തന്മാർക്ക് അള്ളാഹുവിന്റെ മോചനമുണ്ട്. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്തിയുള്ള ആളുകൾക്ക് ദുനിയാവിൽ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ, അവര് പേടിച്ച പേടികൾ, അതിന്റെ ഊക്കുകൊണ്ട് അള്ളാഹു വലിയ കൂലി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഭക്തന്മാരായ ആളുകളൊക്കെ അർശിന്റെ തണലിലാണല്ലോ ജീവിക്കുന്നത്, അർശിന്റെ തണലിലാണല്ലോ നിലകൊള്ളുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞുപോയ മനുഷ്യൻ ഒറ്റക്കിരുന്നു കൊണ്ട് കുടുംബങ്ങളിൽ നിന്നൊക്കെ ഖാലിയായി. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ,
അർശിന്റെ തണൽ കൊള്ളുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ കാര്യമായി ഒന്നും ചെയ്തില്ലല്ലോ. പടച്ച റബ്ബ് എത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നത്. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും അനുഭവിക്കാത്ത സുഖങ്ങൾ എനിക്ക് തന്നു. എന്റെ വല്യുപ്പമാര് ജീവിക്കാത്ത സുഖാനുഭൂതിയിൽ ഞാൻ ജീവിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അനുഗ്രഹത്തിന് നന്ദിയായിട്ട് എന്ത് ചെയ്തു? നിസ്കാരം അതിന് നന്ദിയായി പറയാൻ പറ്റുമോ? അതിന്റെ ഏതെങ്കിലും ഒരു നാലയത്തെത്തുമോ സഹോദരങ്ങളെ ആ നിസ്കാരം? ബാധ്യതകൾ എത്രയും ഇനി ബാക്കിയുണ്ട്. സമയങ്ങൾ എത്രയാൻ വെറുതെയാൻ ചെലവാക്കി കളഞ്ഞു. ആലോചിച്ചുകൊണ്ട് പേടിയോടെ കരഞ്ഞ മനുഷ്യനില്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് അവന്റെ കരച്ചില്, വേറെ ഒന്നും കിട്ടാനല്ല. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയ മനുഷ്യൻ, ആ മനുഷ്യനെ അർശിന്റെ തണൽ നൽകുന്നു. ആണാകട്ടെ പെണ്ണാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിന്റെ മൂർച്ച കൊണ്ട് അതാ സ്വന്തം ശരീരത്തിന്റെ ഇംഗിതം നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാണിനെ പെണ്ണ് വിളിച്ചു, അല്ലെങ്കിൽ പെണ്ണിനെ ആണ് വിളിച്ചു. വിളിച്ചപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം, നിന്റെ വീട്ടിലേക്ക് വരാനും നിന്നെ കൊണ്ടുപോകാനും ആരും കാണാത്തിടത്ത് വെച്ച് നിന്റെ ശരീരം കൊണ്ട് സുഖിക്കാനും എനിക്കൊരു തടസ്സമോ പ്രയാസമോ ഇല്ല. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെയാണ്. പക്ഷേ ഞാൻ വിഷയമാക്കി കളയുന്നൊരു വിഷയം ഉണ്ട്. അതുകൊണ്ടാ ഞാൻ വരാത്തത്. ഇന്നി അഖാഫുല്ലാഹ്. ബാപ്പ അറിയുമോ ഉമ്മ അറിയുമോ എന്ന ഭയമല്ല, നാട്ടുകാരെങ്കിലും അറിഞ്ഞിട്ട് എനിക്കൊരു കുപ്രസിദ്ധി ഉണ്ടാകുമെന്ന പേടിയല്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്നൊരൊറ്റ മറുപടി കൊണ്ട് പിന്തിരിഞ്ഞു മാറിയവർ അവർക്ക് അർശിന്റെ തണലാണ്. സുഖജീവിതമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അജ്റുൻ കബീർ, അതിമഹത്തായ കൂലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കൂലി കൊടുക്കുന്നൊരു രംഗമാണ് പരലോകത്ത്. സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള സുഖങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. പ്രധാനമായും ഉള്ള ഒന്നാണ് അർശിന്റെ തണൽ. ചുട്ടുപൊള്ളുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ രംഗത്ത് അർശിന്റെ തണൽ കിട്ടാൻ മോഹിക്കാത്തവരാരാണ്? സഹോദരങ്ങളെ, അർശിന്റെ തണലിന് വേണ്ടി കഴിയാത്തവരാരാണ്? ഈമാനുള്ള ആളുകളെ മുഴുവനും അർശിന്റെ തണലിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതരുത്. ഈമാനുള്ളവർക്ക് മുഴുവനുമായിട്ടും ഉള്ളതല്ലാതെ പ്രത്യേക കാറ്റഗറിയിൽ ജീവിച്ച ആളുകൾക്ക് മാത്രമുള്ളതാണ്. 7 വിഭാഗങ്ങൾ മാത്രമാണോ? അല്ല, 77 വിഭാഗങ്ങളെ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ എണ്ണി പറഞ്ഞതു കാണാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നേരത്തെ ആ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ 7 വിഭാഗമല്ല, വേറെയും കുറെ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ എണ്ണത്തിൽ ഇല്ലാത്ത ഒന്നാണ് വാസിലുർ റഹീം, കുടുംബബന്ധം പുലർത്തുന്നവന് അർശിന്റെ തണൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണ് ഭർത്താവൊക്കെ മരണപ്പെട്ട് ചെറിയ കുട്ടികളെ ബാക്കിയാക്കിയിട്ട് ഭർത്താവ് പിരിഞ്ഞുപോയി. ആ ചെറിയ യതീം കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് പഠിപ്പിച്ച് അവരെ നല്ല ഒരു ജീവിതം കൊടുത്ത് ദീനിയായി വളർത്തി പോറ്റി വളർത്തിയ ഉമ്മ, ആ പെണ്ണിനെ അർശിന്റെ തണലുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന് ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല ഉമ്മ അനുഭവിക്കുക. ബാപ്പ ഇല്ലാത്ത ആ റോളും കൂടി ഉമ്മ കൈകാര്യം ചെയ്യണ്ടേ? ഉമ്മാന്റെ സ്വന്തമായിട്ടുള്ള ചില കൈകാര്യങ്ങളുണ്ട്, അതിന്റെ പുറമെ ബാപ്പാന്റെ സ്ഥാനം കൂടി ഉമ്മ വഹിക്കണം. ചെറിയ കഷ്ടപ്പാടൊന്നും പോരാ. ആ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ആ പെണ്ണിന് അർശിന്റെ തണലുണ്ട്. അത് ചെറിയ സന്തോഷമൊന്നുമല്ല. അങ്ങനെ പല ആളുകൾക്കും ഓഫറുണ്ട്. എല്ലാവരും അതിൽ പെടും എന്ന് കരുതരുത്. അതിൽ പെടാൻ വേണ്ടി അധ്വാനിക്കണം. അതിനൊക്കെ ഉള്ളതാണ് ഈ ലോകം. വലിയ കൂലി എന്ന് പറഞ്ഞാൽ അത് മുതൽ അങ്ങ് കൂട്ടണം. ദുനിയാവിന്ന് ഖബറിന്ന് എഴുന്നേറ്റ് വന്നത് മുതൽ സ്വർഗലോകത്തെത്തുന്നത് വരെയുള്ള സ്വർഗത്തിലെത്തിയിട്ടുമുള്ള കൂലി. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. പാപങ്ങൾ എന്നെ പുറത്തു കിട്ടിയാൽ എത്ര വലിയ സന്തോഷാണ്. പടച്ച റബ്ബിനെ നന്നായി പേടിക്കണം. അള്ളാഹു അവനെ കുറിച്ചുള്ള പേടി നമുക്ക് അല്ലാഹു തആല അധികരിപ്പിക്കുമാറാകട്ടെ.